നന്ദഗോവിന്ദത്തിന് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തു ഓണത്തിന്. അപ്പൊ അതിന്റെ റിസർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഇവന്റെ ഈ വൈറൽ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്താണ് ആ വീഡിയോ കാണുന്നത്. സത്യത്തിൽ നന്ദഗോവിന്ദത്തിന് ആ ചടങ്ങ് എന്തായിരുന്നു ശരിക്കും? അത് ആക്ച്വലി നമ്മളെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയോടം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ കുറെ ചടങ്ങുകളുണ്ട് നമുക്ക്. 52 കരകളിലും ഇല്ലാത്ത കുറെ ചടങ്ങുകളുണ്ട് നമുക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നന്ദഗോവിന്ദത്തിന്റെ ഭജൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഭജൻസ് ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഇവൻ വന്ന് പാട്ട് കേട്ട് താളം കൈയൊക്കെ ആക്ഷനൊക്കെ കാണിക്കുമായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വഞ്ചിപ്പാട്ട് പാടി. അപ്പൊ ഈ വർഷവും പാട്ട് ഏകദേശം അവരുടെ മംഗളം സമയത്തായപ്പോഴത്തേക്ക് നമ്മൾ ഒരു വഞ്ചിപ്പാട്ട് പാടി. വഞ്ചിപ്പാട്ട് ഇപ്പം പാടി തുടങ്ങി ഒരു അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഇവനും 2 വരി പാടി. അത് അവർക്ക് ഭയങ്കര ക്രേസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടി വന്ന് പാടുന്നു എന്നുള്ളത് രീതി. അപ്പം അവരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം അവര് ആ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഈ കാണുന്ന മൊത്തം ചേഞ്ചിന് കാരണം. അത് നന്ദഗോവിന്ദത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. ഇത് നന്ദഗോവിന്ദത്തിന്റെ പാട്ടും ഇപ്പൊ മൂളി തുടങ്ങിയിട്ടുണ്ട്.